അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ചക്കയല്ലേ. ആ ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം, ഒരു അഡാർ ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, കമോൺ. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഒരു നല്ല വിളവ് ആവാത്ത ഒരു ചക്ക, അതായത് പിഞ്ചു ചക്ക എന്ന് നമ്മൾ പറയും. കരിമുള്ള് കട്ട് ചെയ്ത് കളയുന്ന പരിപാടി നടത്തുന്നത്. ഈ കരിമുള്ള് മൊത്തം നമുക്ക് ഒരു ചക്ക എടുത്തു കഴിഞ്ഞാൽ ഇതിന് ആവശ്യമില്ലാത്ത ആ ഒരു സാധനം മാത്രമല്ല കരിമുള്ള്, ബാക്കി ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ആ ചക്ക നമ്മൾ നേരെ രണ്ടായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചക്കക്കുരുവൊക്കെ വളരെ പിഞ്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ചക്കക്കുരുവിൻ്റെ ആ ഒരു പാടയ്ക്കൊന്നും വലിയ കട്ടി ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്യണം. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായി വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈദ മാവ്, അതുപോലെ തന്നെ ഉപ്പ്, കുറച്ച് വെള്ളമൊഴിച്ച് കലക്കി ഒരു മുട്ടയും അടിച്ചൊഴിക്കണം. അപ്പോൾ ഈ ചക്ക കഷ്ണങ്ങൾ നമ്മൾ ഈ ഒരു മൈദ മാവ് മിശ്രിതത്തിലിട്ട് നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം കോൺഫ്ലവർ ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ ഇട്ട് വന്നിട്ട് ഒഴി, അപ്പം എണ്ണ മൂത്ത് വരുന്നതേ ഉള്ളൂ. ഈ അടുത്ത പീസുകളാണ് കാണുന്നത്. കോൺഫ്ലവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. സൂപ്പർ, നല്ല ചിക്കൻ ലെഗ് പീസ് ഇരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. അലകടലല ഇളകുമ്പോൾ